നമസ്കാരം. പാലാ രൂപതാ മെത്രാൻ മാർ കല്ലറങ്ങാട്ടിൻ്റെ 8 നോമ്പ് തിരുനാൾ ദിനത്തിലെ പ്രസംഗം കേരളത്തിൽ ഗൗരവമുള്ള ചർച്ചയ്ക്ക് വഴി തുറന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയും ചില തീവ്രവാദക സംഘടനകൾ കേരളത്തിലും യുവജനങ്ങളുടെ ഭാവിക്ക് ഭീഷണിയാണ് എന്ന ഓർമ്മപ്പെടുത്തലിനെ, മുന്നറിയിപ്പിനെ വളരെ ഉത്തരവാദിത്വത്തോടെയാണ് പൊതുസമൂഹം, മതവിശ്വാസികളും കേട്ടത്. എന്നാൽ അതിൽ മതസ്പർദ്ധ കണ്ടതും അത്തരം പ്രചാരണത്തിന് തുടക്കമിട്ടതും ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷ നേതാവും മറ്റൊരു നേതാവുമാണ് എന്നത് അത്യന്തം ഖേദകരമായിപ്പോയി. മാധ്യമങ്ങളുടെ ആദ്യ നിരീക്ഷണങ്ങളെയും ചർച്ചയെയും ഇത്തരം നിരീക്ഷണങ്ങൾ നിർണായകമായി സ്വാധീനിച്ചു. അങ്ങനെയിരിക്കെയാണ് 24 ന്യൂസ് ചാനൽ പ്രസക്തമായത്. 24 ന്യൂസ് ചാനലിൽ ഗോപികൃഷ്ണൻ ആങ്കർ ചെയ്ത ചർച്ച മാതൃകാപരമായിരുന്നു. കേരളത്തിലെ മഹാഭൂരിപക്ഷം വിശ്വാസികളും അവിശ്വാസികളും കാത്തിരുന്നത് ഇത്തരം മാധ്യമ സംസ്കാരമാണ്. അല്ലാതെ പരസ്യ വരുമാനത്തിൻ്റെ നിറവും സ്വാദും നൽകുന്ന പ്രലോഭനത്തിൽ വർഗീയ വിഷം വമിപ്പിക്കാനല്ല. ഗോപികൃഷ്ണൻ്റെ പക്വത പ്രതിപക്ഷ നേതാവിനും സാധാരണ നേതാവിനും ഇല്ലാതെയായിപ്പോയി എന്നതാണ് ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്കുള്ള പല കാരണങ്ങളിൽ ഒന്ന്. KCBCയുടെ പ്രസ്താവനയിലൂടെ കർദിനാൾമാർ ആലഞ്ചേരി പിതാവ് ഉൾപ്പെടെയുള്ള പിതാക്കന്മാരും അതുപോലെ 24 ചാനൽ ചർച്ചയിൽ കർദിനാൾമാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയും വ്യക്തമാക്കുന്ന വിഷയം ശ്രദ്ധേയമാണ്. വർഗീയ ധ്രുവീകരണമല്ല, സാമുദായിക ഐക്യവും സഹവർത്തിത്വവുമാണ് കത്തോലിക്ക സഭ ലക്ഷ്യം വയ്ക്കുന്നത്. സാമൂഹിക സൗഹൃദം എന്ന വലിയ ലക്ഷ്യത്തിനായി എല്ലാ സമുദായ നേതൃത്വങ്ങളും ഒരുമിക്കുകയും സാമൂഹിക തിന്മകൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുകയും വേണം. ഇതാണ് KCBCയുടെ പ്രസ്താവനയുടെ മുഖ്യ പ്രമേയം. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നവർ വസ്തുതകൾ പൂർണ്ണമായി മനസ്സിലാക്കാതെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കും എന്നു മാത്രമല്ല, വളരെ തീവ്രമായ വാദഗതികളും വാക്കുകളും എഴുതിയാൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ എന്ന ഭയവും ഇവർക്കുണ്ട്. ഇത് സമൂഹത്തെ ഭിന്നതയിലേക്ക് നയിക്കും. തീവ്രവാദം ആര് നടത്തിയാലും അത് തെറ്റാണ്. മതതീവ്രവാദം അതിലേറെ അപകടകരമാണ്. മതത്തെയും സമൂഹത്തെയും രാജ്യങ്ങളെയും മനുഷ്യരെയും മതതീവ്രവാദം നശിപ്പിക്കും. സാമൂഹിക മാധ്യമങ്ങളിലും പൊതുനിരത്തുകളിലും തീവ്രവാദം ഏറ്റെടുക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ പരിശോധിക്കപ്പെടണം. പാലായിൽ പ്രതിരോധം തീർക്കാൻ വിശ്വാസികളോടൊപ്പം രാഷ്ട്രീയ നേതാക്കളും വന്നു. വളരെ നല്ലത്. ഇതിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വ്യത്യസ്ത നിലപാടുകൾ രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിച്ചു എന്നതും ശ്രദ്ധിക്കപ്പെടണം. മയക്കുമരുന്നിനും തീവ്രവാദത്തിനുമെതിരെ സംസാരിച്ച മെത്രാന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചതും ഉത്തരവാദിത്തപ്പെട്ടവർ തടയുകയോ തിരുത്തുകയോ ചെയ്തില്ല. അതിനെ തള്ളിപ്പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ആദിവാസികളുടെയും ദളിതരുടെയും വിമോചനത്തിന് വേണ്ടി ജീവൻ നൽകിയ സ്റ്റാൻ സ്വാമിയെക്കുറിച്ച് വിലപിക്കാൻ കഴിയാത്ത ദേശീയ പാർട്ടി പാലായിൽ മാത്രം എല്ലാ കാലത്തും പ്രതിരോധം തീർക്കുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. 24 ചാനലിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ മുസ്ലിം മതപണ്ഡിതനായ ശ്രീ ഹുസൈൻ മടവൂർ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. IS പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഇസ്ലാം മതത്തിൻ്റെ ശത്രുക്കളാണ് എന്ന മതപണ്ഡിതരുടെ യോഗം മക്കയിൽ ഒരുമിച്ച് ചേർന്ന് പ്രസ്താവിച്ചിട്ടുള്ളതാണ് എന്ന്. താലിബാൻ വിസ്മയമാണെന്ന് പറയുന്നത് എത്ര അപകടകരവും അപക്വവുമാണെന്ന് മനസ്സിലാക്കാൻ ഇദ്ദേഹത്തെ പോലുള്ളവരുടെ ചിന്ത ഉപകരിക്കും. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം മത്സരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാനലുകളിൽ വെല്ലുവിളിക്കുന്നതും ഉപദ്രവിക്കുന്നതും ചതിക്കുന്നതും മതത്തിൻ്റെയോ ആത്മീയതയുടെയോ ആവശ്യമല്ല. അതിൽ വിഭജനത്തിൻ്റെ ലാഭം കാണുന്ന രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതിനാൽ തെറ്റുകൾ തിരുത്തുകയും തടയുകയും ചെയ്യലാണ് പ്രധാനം. ബാബറി മസ്ജിദ് തകർത്തതുപോലെ തന്നെ ഹഗിയ സോഫിയയിലും അതിക്രമം നടന്നതിനെ മതനേതൃത്വം തിരിച്ചറിയണം. കാരണം തീവ്രവാദം മതസങ്കല്പത്തെ തന്നെയാണ് തകർക്കുന്നത്. അതിൽ ആത്മീയതയില്ല. ആൾക്കൂട്ടത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരല്ല മതം. മതതീവ്രവാദം രാഷ്ട്രീയ അധികാരത്തിന് ഉപയോഗിക്കുന്നവർ മനുഷ്യനെയോ ദൈവത്തെയോ സ്നേഹിക്കുന്നില്ല. പണത്തെയും അധികാരത്തെയും മാത്രമാണ് അവർക്കിഷ്ടം. ഫ്രാൻസിസ് പാപ്പയുടെ നിലപാട് സമകാല ലോകത്തേറെ പ്രസക്തമാകുന്നത് അതിനാലാണ്. സംവാദത്തിന് തയ്യാറാകാൻ കഴിയുക, എല്ലാവരും സഹോദരങ്ങളാണെന്ന് വിശ്വസിക്കുക. മതം അധികാര രാഷ്ട്രീയത്തിൻ്റെ രാസപദാർത്ഥമല്ല. മനുഷ്യനെ നയിക്കുന്ന, വിമോചിപ്പിക്കുന്ന സത്യമാണ് മതം. സമാധാനത്തിന് വേണ്ടി നിലപാടെടുക്കാനും അതിൽ ജീവിക്കാനും എല്ലാവർക്കും കഴിയുന്ന അവസ്ഥ നിലനിൽക്കണമെങ്കിൽ
മതനേതൃത്വവും എല്ലാ മതങ്ങളുടെയും നേതൃത്വം വലിയ ശ്രദ്ധ കാണിക്കണം. തെറ്റിനെ, തീവ്രവാദത്തെ തള്ളിപ്പറയണം. രാഷ്ട്രീയ ആയുധമാക്കാൻ മതം ഉപയോഗപ്പെടുത്തുന്നവരെ അനുവദിക്കരുത്. രാഷ്ട്രീയ വിജയം മനുഷ്യ നന്മ ചെയ്യുന്നവർക്ക് നൽകണം, മതം പറയുന്നവർക്കാകരുത്. പൗരൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ പോലും കാർന്നെടുക്കുന്ന അധികാര ശക്തികൾ മനുഷ്യരെ വളരെ തന്ത്രപരമായി മതത്തിൻ്റെ പേരിൽ വിഘടിക്കുന്നു. അത്തരക്കാരുടെ മറ്റൊരു പതിപ്പാണ് ലഹരിമരുന്ന് വിറ്റും ആയുധം വിറ്റും മനുഷ്യരെ ഇല്ലാതാക്കുന്ന തീവ്രവാദികൾ. അവർക്ക് മതം എന്തായിരിക്കും? തീവ്രവാദികൾക്ക് എന്ത് മതം? തീവ്രവാദിക്ക് എന്ത് സമൂഹം, എന്ത് രാഷ്ട്രീയം? നമുക്കാണ് രാഷ്ട്രീയവും മതവും സമൂഹവും ആവശ്യം. നമുക്ക് സമാധാനം വേണം, സൗഹൃദം വേണം. ഇതിനാവശ്യമായ ആത്മീയ വെളിച്ചം നൽകുന്നത് ആണ് മതം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉൾക്കൊള്ളുന്ന കേരളത്തിൻ്റെ, രാജ്യത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ മനുഷ്യരുണ്ടാവണം. ഇതിനാവശ്യം ആത്മീയ വെളിച്ചമാണ്. ആ ആത്മീയ വെളിച്ചം നൽകുന്നത് മാത്രമാണ് മതം. തീവ്രവാദം അന്ധതയാണ്, മതം വെളിച്ചവും. നന്ദി.